വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു എവർഗ്രീൻ കോംബോ ഐറ്റമാണ് കേട്ടോ ഈ കപ്പ വേവിച്ചതും മീൻതല കറിയുമേ. അപ്പം മമ്മിയുള്ള സമയം നോക്കി ഒന്നുകൂടെ മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒരു ദിവസം മീനിൻ്റെ തല മേടിക്കാനെ കൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത് കേട്ടോ. അപ്പം അതിൻ്റെ ഫുൾ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഞാൻ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ കിട്ടുന്ന സാൽമൺ എന്ന് പറഞ്ഞ മീനിൻ്റെ തലയാണ് കേട്ടോ. രുചിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. തലക്കറിയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ മമ്മിയാ വെക്കുന്നതെങ്കിൽ ഒട്ടും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം മമ്മി വീട്ടിലുള്ള ദിവസം നോക്കി ഞങ്ങൾ ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു നമുക്ക് പോയി മേടിക്കണമെന്ന്. അപ്പം മമ്മിയും കൂട്ടിയാണ് കേട്ടോ ഇത് മേടിക്കാൻ പോയത്. 1-2 തലയൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കറി വെച്ചത്. നോക്കിക്കാവും വാ തുറന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ പാകത്തിൽ ചെറിയ ചെറിയ പീസാക്കിയായിരുന്നേ ഇട്ടിരുന്നത്. അപ്പം മമ്മി മീനിൻ്റെ തലക്കറിയുടെ കാര്യങ്ങളും ഒക്കെ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് കപ്പയ്ക്ക് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. കപ്പ നമ്മൾ ഓൾറെഡി വേവിച്ച് എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് കയറി കാണണേ. കപ്പയുടെ അരപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി അരച്ച് കൈ കൊടുത്താൽ പിന്നെ എൻ്റെ റോൾ അവിടെ കഴിഞ്ഞു. അച്ചാച്ചനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഊറ്റി വെച്ചിരുന്ന കപ്പയ്ക്കകത്തോട്ട് അരപ്പ് ചേർത്ത് പച്ചവെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കും. അതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുന്നത് കേട്ടോ. ഈ ഇളക്കുന്ന കോല് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അഭിപ്രായം വന്നപ്പോഴേ വളരെ ഉപകാരമാണ്. ഇങ്ങനെ കപ്പ സ്ഥിരമായിട്ട് വേവിക്കുകയും പരിപാടിയും ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ കപ്പയും നല്ല തലക്കറിയും ആകുമ്പം പാൽ ചായയും പാൽ കാപ്പിയെക്കാളിലും ഒക്കെ നല്ലത് ഇതുപോലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ചൂടോട് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പം ആദ്യത്തെ പ്ലേറ്റ് തന്നെ അച്ചാച്ചൻ വിളമ്പിയത് മമ്മിക്കായിരുന്നു കേട്ടോ. അത് അങ്ങനെ അങ്ങോട്ട് വിളമ്പി അതിൻ്റെ മുകളിലോട്ട് ഇതുപോലൊരു തലയും വെച്ച് ഒരു ഇച്ചിരി ചാറും അങ്ങോട്ട് ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. മമ്മിയുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ മമ്മി ആദ്യം ഒന്ന് ഞെട്ടി. കാരണം ഉണ്ടാക്കിയപ്പം ഇത്രയും വലിയ തലയാണെന്ന് വിചാരിച്ചില്ലെന്നാണ് മമ്മി പറയുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് കപ്പയും തലക്കറിയും ആസ്വദിച്ചങ്ങ് കഴിച്ചു.